നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് മത്സരം. ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഈ IPL തുടങ്ങിയിട്ട് ആദ്യ മത്സരം മുതൽ ഈ മത്സരം വരെ ഞാൻ ആദ്യമായിട്ടാണ് ടോസ് കിട്ടുന്ന ടീം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നത്. ഇനി എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നത് തിരുത്തണം. ഞാൻ കണ്ടിട്ടില്ല ഒരു ടീമും ടോസ് കിട്ടിയ ഉടനെ ബാറ്റിംഗ് ചെയ്യുന്നത്. എല്ലാവരും ടോസ് കിട്ടിയ ഉടനെ ചേസ് ചെയ്യാനുള്ള ലക്ഷ്യത്തിൽ ഓപ്പോസിറ്റ് ടീമിന് ബാറ്റിംഗ് കൊടുക്കുകയാണ്, ആദ്യം ബാറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് പതിവ്. മാറ്റം വന്നു. കാരണം പരാഗന് മനസ്സിലായിട്ടുണ്ടാവും ഇത് ബാറ്റിംഗ് പിച്ചാണ്. ആദ്യം നല്ല സ്കോർ അടിച്ചെടുക്കുക, പിന്നെ ആ സ്കോർ ഡിഫെൻഡ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ടീമിനെ പ്രഷറിലാക്കിയിട്ട് ജയിക്കുക. എന്തായാലും അത് ഫലിച്ചിട്ടുണ്ട്. അതിലൊരു ലക്കിൻ്റെ ഒരു കണിക കൂടി ഉണ്ട് എന്നുള്ളത് ഓർക്കണം. എനിവേ, എന്തായാലും രാജസ്ഥാൻ്റെ ഓപ്പണേഴ്സ് ജയ്സ്വാളും സൂര്യവംശിയും ആ തീരുമാനത്തെ, ടോസ് കിട്ടി ബാറ്റിംഗ് എടുക്കാൻ തീരുമാനത്തെ വളരെ ശരിവെക്കുന്ന രീതിയിലാണ് പ്രകടനം കാഴ്ചവെച്ചത്. ജയ്സ്വാൾ 55 റൺസും സൂര്യവംശി 37 റൺസാണ് എടുത്ത്, 18 പോയി 37 റൺസാണ് എടുത്ത് ഓപ്പണിംഗ് ഗംഭീരമാക്കി. പിന്നീട് വന്ന ധ്രുവ് ജുവൽ എന്നാ കളിയാ, 73 റൺസാണ് 75 റൺസായിട്ട് ജുറൽ എടുത്തു. കിഡ്ലൻ പെർഫോമൻസ്, കിഡ്ലൻ എന്ന് പറഞ്ഞാൽ കിഡ്ലൻ പെർഫോമൻസ്. ഞാൻ ഇമാതിരി പെർഫോമൻസ് ആളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ പിന്നാലെ വന്ന പരാഗും എല്ലാവരും നിരാശപ്പെടുത്തി. വലിയധികം സ്കോറങ്ങ് എടുക്കാൻ പറ്റിയില്ല. എന്നിരുന്നാൽ പോലും അവർ 210 എന്ന നല്ല സ്കോർ തന്നെ നേടി. പക്ഷേ ഈ സ്കോർ മറികടക്കായിരുന്നു. അതിനുള്ള കപ്പാസിറ്റി ഗുജറാത്ത് ടൈറ്റൻസിന് ഉണ്ടായിരുന്നു കേട്ടോ. ആ കാര്യം മറക്കണ്ട. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത് ടൈറ്റൻസ് ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ട് നല്ല ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് കിട്ടി. സായ് സുദർശൻ 75 റൺസ് 73 റൺസാണ് സായ് സുദർശൻ എടുത്തു. മികച്ചോടെ കുശാഗ്ര, ഗില്ലിന് പകരം വന്ന ഓപ്പണർ കുശാഗ്ര 15 റൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ് നോക്കുമ്പോൾ നല്ല ഓപ്പണിംഗ് കിട്ടി. പിന്നെ അതൊന്ന് ബട്ട്ലർ മോശമില്ലാത്ത കളി 25 റൺസോളം എടുത്തു. പിന്നെ വന്ന നമ്മുടെ ഗ്ലെൻ ഫിലിപ്പ്, പിന്നെ അങ്ങനെയുള്ള കളിക്കാരൊന്നും വലിയ കാലഘട്ടത്തിൽ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലെൻ ഫിലിപ്സ് പിന്നെ ഇന്ത്യക്ക് വേണ്ടി 2020 കളിച്ച, വേൾഡ് കപ്പിൽ കളിച്ച ചങ്ങാതിയുള്ള വാഷിങ്ടൺ സുന്ദർ വലിയ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കില്ല. പിന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് അവസാനമായപ്പോൾ റാഷിദ് ഖാനായിരുന്നു ആക്ടിങ് ക്യാപ്റ്റൻ. റാഷിദ് ഖാനും പിന്നെ കഗീസോർ റബാദയും അവർ വലിച്ചടിച്ചു. ഒരു അവസരത്തിൽ രാജസ്ഥാൻ റോയൽസ് ജയിക്കുമെന്ന് വിചാരിച്ച കളി ഈ കഗീസോർ റബാദയും പിന്നെ റാഷിദ് ഖാനും വന്നിട്ട് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ലെവലിലേക്ക് മാറ്റി. അവസാനം അവർ ജയിക്കാൻ 12 റൺസ്. അവസ്ഥ ആലോചിച്ച് നോക്ക്. അതും മിന്നുന്ന സിക്സൊക്കെ അലക്കണ്. നമ്മുടെ റബാഡ സിക്സുകൾ മാത്രം ഡീൽ ചെയ്യണത് കണ്ടിരിക്കുന്നത്. പിന്നെ റാഷിദ് ഖാൻ പിന്നെ 4 ഒക്കെ അടിച്ച് ആൾ സെറ്റാക്കുന്നുണ്ടായിരുന്നു. പിന്നെ വെച്ച് 2 പേരും കൂടി കളി ജയിപ്പിക്കുമെന്ന് വിചാരിച്ചു. അവസാനം ഒരു 12 റൺസായിരുന്നു. ദേശ്പാണ്ഡെ ചങ്ങായിക്ക് കൊടുക്കണം. ചങ്ങായി യോർക്കറൊക്കെ എവിടെ നിന്നൊക്കെ കണ്ടുപിടിച്ചെറിയാൻ അറിയില്ല. അങ്ങനെ യോർക്കറൊക്കെ പിടിച്ചെറിഞ്ഞ് ദേശ്പാണ്ഡെ ഒരു 6 റൺസിന് രാജസ്ഥാൻ റോയൽസിനെ ജയിപ്പിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കേണ്ട കളി ഗുജറാത്ത് ടൈറ്റൻസ് കൊണ്ടുപോയി കൊളാക്കി. സ്വന്തം കാണികൾക്ക് മുന്നിൽ ജയിക്കാമായിരുന്ന കളി ഗുജറാത്ത് കൊണ്ടുപോയി കൊളാക്കി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താ പറയുക. ഓക്കെ, എന്തായാലും രാജസ്ഥാൻ റോയൽസ് 2 കളിയും ജയിച്ചു. ആദ്യം രാജസ്ഥാൻ റോയൽസ് തോൽപ്പിച്ചത് രാജസ്ഥാൻ റോയൽസ് ഹോം ഗ്രൗണ്ടിൽ CSK തോൽപ്പിച്ചു. ഇതിപ്പോൾ രാജസ്ഥാൻ റോയൽസ് 2ാമത്തെ കളിയിൽ രാജസ്ഥാൻ റോയൽസ് നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിനെ അവരുടെ നാട്ടിൽ വെച്ചിട്ട് ഗുജറാത്തിൽ വെച്ചിട്ട് തോൽപ്പിച്ചു. എൻ്റെ അറിവ് രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ 1ാം സ്ഥാനത്താണ് കയറിയിരിക്കുന്നത്. അറിയാം കാര്യങ്ങളൊക്കെ. എനിവേ രാജസ്ഥാൻ റോയൽസ് വിലപ്പെട്ട പോയിന്റുകൾ സ്വന്തമാക്കിയിരിക്കുന്നു. 2 കളി 2 വിജയം.